ആണോ? എന്റെ ഈശ്വര, നന്ദി. അച്ഛൻ ഇപ്പൊ തന്നെ വരുമോ സിദ്ധു? കോടതി ഉത്തരവിന്റെ പകർപ്പ് സബ് ജയിലിൽ എത്തിക്കണം, അത്രേ ഉള്ളൂ. സന്ധ്യയ്ക്ക് മുൻപ് അച്ഛൻ അവിടെ എത്തും. ഞാനിത് അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയട്ടെ. അമ്മേ, എന്നെ കൊന്നല്ലോ മുത്തശ്ശി. ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട് ഓടി വന്നപ്പോ ഞാൻ... ഇത്ര സന്തോഷിക്കാൻ എന്താടി? ചത്തുപോയി നിന്റെ അച്ഛൻ തിരിച്ചു വന്നു. എന്റെ ചത്തുപോയ അച്ഛൻ തിരിച്ചു വരുന്നില്ല, പക്ഷെ എന്റെ ജീവിച്ചിരിക്കുന്ന അച്ഛൻ തിരിച്ചു വരുന്നു. അമ്മേ, അച്ഛന് ജാമ്യം കിട്ടി. അതെയോ? ആ, സിദ്ധു കോടതിയിൽ നിന്ന് വിളിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പോ ഇപ്പൊ തന്നെ മനോഹരേട്ടൻ വരുമല്ലേ? വരും അമ്മേ, സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വരും. ഈശ്വര. പാർവതി, നല്ലൊരു തീയല് വെക്കണം. മനോഹരനെ വൈകിട്ട് ചോറ് കൊടുക്കാൻ. എന്നാ പിന്നെ ഞാനും കൂടാം. അയ്യേ, നീ കൂടണ്ട. നല്ല തീയലെന്ന് ഞാൻ എടുത്തു പറഞ്ഞതാ. അതിന് അമ്മയ്ക്ക് തീയല് വെക്കാൻ അറിയത്തില്ലെന്നല്ലേ മുത്തശ്ശി പറയാറ്? അതെ, ഇന്ന് പാർവതി എങ്ങനെയും ഒപ്പിച്ചോളും. പിന്നെ എന്റെ ഒരു മേൽനോട്ടം ഉണ്ടാവും. ഓ ശരി. ഞാൻ അച്ഛൻ വരുന്ന കാര്യം നിത്യമോളോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആവേശം കയറി പാഞ്ഞു പോകുന്നത് കൊള്ളാം. ആ വയ്യാത്ത കൊച്ചിനെ കട്ടിലേന്ന് വലിച്ച് താഴോട്ടിടരുത്. നിത്യമോളെ, മോളെ, മോളെ എണീക്ക്. നമ്മുടെ അച്ഛൻ വരുന്നുണ്ട്. നമ്മുടെ അച്ഛന് ജാമ്യം കിട്ടിയെന്ന്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു മോളെ. നമ്മുടെ കണ്ണുനീര് ദൈവം കണ്ടു. അച്ഛൻ വരുമ്പോ മോൾ അച്ഛാന്ന് നല്ല സ്ഫുടമായിട്ടും സ്പഷ്ടമായും വിളിക്കണം. അച്ഛാതിയൻ ചെന്നായേ ഈ വിവരം ഒന്ന് അറിയിക്കണം മോളെ. ബൈക്ക് കത്തിച്ചത് അവന് നമ്മൾ നൽകിയ ഒന്നാമത്തെ അടി. അടുത്ത പ്രഹരത്തിനുള്ള സമയമായി. എന്ത് വേണമെന്ന് ഏട്ടത്തി പറയാം. വിശേഷം പറഞ്ഞു കഴിഞ്ഞോ? ഓ കഴിഞ്ഞേ. അതെ, എന്റെ പ്രാർത്ഥന കൊണ്ടാ മനോഹരന് ജാമ്യം കിട്ടിയത്, അല്ലാതെ നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല. എന്റെ പൊന്നു മുത്തശ്ശി, എനിക്ക് ക്രെഡിറ്റ്സ് ഒന്നും വേണ്ട. അച്ഛൻ ഇങ്ങനെ വന്നാ മതി, എനിക്കത്രേ ഉള്ളൂ. ആ, നീ പുറത്ത് പോകുന്നുണ്ടെങ്കിലേ കുറച്ച് ലഡ്ഡും ജിലേബിയും വാങ്ങിച്ചു. മനോഹരൻ കഴിക്കത്തില്ല, അവന് ഷുഗറാ. പകരം ഞാൻ കഴിച്ചോളാം. ആ, അല്ലാതെ മുത്തശ്ശിക്ക് ഷുഗർ അല്ലേ? ആ, ഞാൻ മധുരം കഴിച്ച് ഷുഗറിനെ അങ്ങ് മാറ്റാൻ നോക്കുക. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നല്ലേ? വാങ്ങിക്കാം. ആദ്യം ഞാൻ വേറൊരാൾക്ക് ഇത്തിരി മധുരം കൊടുത്തിട്ട് വരാം. അതാരാ? എന്നാലും നടേശ സാറേ, ഈ കോടതിയൊക്കെ ഇങ്ങനെ സത്യത്തിന്റെ നീതിയുടെ ഒക്കെ പക്ഷത്ത് നിൽക്കാന്ന് വെച്ചാ നമ്മളെപ്പോലെ ഉള്ളവർക്ക് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? ഇതൊരുമാതിരി മനോഹര മൂന്നാറിന് ടൂറിന് പോയതുപോലായി. നിരാശയായിപ്പോയി. ശരി, നിങ്ങൾ എന്തിനാ മിണ്ടാതെ പിന്നെ വന്ന് നിന്ന് മനുഷ്യനെ പേടിപ്പിക്കുന്നേ? ആഹാ, നിനക്കപ്പോ പേടിയൊക്കെ ഉണ്ടോ? പിന്നെ എന്തൊക്കെ ഉണ്ടടാ ശരത്തെ വിശേഷം? ചുനക്കര മാമിയുടെ കുഞ്ഞിന്റെ ചോറൂണ്. ആഹാ, എന്നിട്ട് നീ പോവാതെ ഇവിടെ നിൽക്കുവാണോ? ഓ, നിന്നെ പോലുള്ളവരെ വിളിക്കത്തില്ലല്ലോ അല്ലേ? ചുമ്മാ പൊളക്കാതടി. മനോഹരന് ജാമ്യം കിട്ടിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ കുറ്റവിമുക്തനൊന്നും ആക്കിയിട്ടില്ലല്ലോ കോടതി. ശിഷ്ടകാലം കോടതി വരാന്ത കയറി ഇറങ്ങി നടക്കാം. നോക്കാം ആരാണ് കോടതി കയറുന്നതെന്ന്. കള്ളക്കേസ് ഉണ്ടാക്കിയവരും അതിന് കൂട്ടുനിന്നവരും ആണോ അതോ അച്ഛനാണോന്ന്.
എന്തായാലും നടേശൻ പോലീസ് വെറുതെ ഇരിക്കത്തില്ല. നീ സിദ്ധാർത്ഥനെ വിട്ടുപോയാ മനോഹരൻ രക്ഷപ്പെടും. എന്റെ അമ്മയും ഞാനും പറയുന്ന അനുസരിച്ച് നിന്നാ നീയും രക്ഷപ്പെടും. ആണോടാ നായെ? ഈ എടാ ശരത്തേ, ദേവികയെ വരുതിക്ക് വരുത്താന്നത് നിന്റെ വ്യാമോഹം മാത്രം. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. മരണം കൊണ്ടുപോലും ഞാൻ നിന്റെ മുൻപിൽ തോൽക്കുകയില്ല. കൊന്നു തീർക്കാനായിരുന്നെങ്കിൽ എന്നെ തീർത്ത് കളഞ്ഞേനെ. മാന്യനായ വില്ലനാടി ശരത്ത്. ഇരയെ വേട്ടയാടി വീഴ്ത്തുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഓടിത്തളർന്ന് ഇര വന്ന് സ്വമേധയാ കീഴടങ്ങുന്ന അതാ ഒരു ത്രില്ല്. കൊന്നു കഴിഞ്ഞാല് അവിടെ തീർന്നില്ലേ? പക്ഷേ കീഴടങ്ങി യുദ്ധത്തടവിന് വിധിക്കപ്പെടുന്നോടെ യഥാർത്ഥ ശിക്ഷ തുടങ്ങുക. എനിക്ക് പക്ഷേ ആവനാഴിയിലെ അവസാന അസ്ത്രവും ലക്ഷ്യം കാണാതെ പകച്ചു നിൽക്കുന്ന വേട്ടക്കാരന്റെ വിളറിയ കണ്ണുകൾ കാണുന്നതാ ഇഷ്ടം. അധികം താമസിയാതെ ഞാനത് കാണുകയും ചെയ്യും. ആ പിന്നെ നടേശൻ സാർ വിളിക്കുമ്പോഴേ ഞാനത് അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കണേ. എക്സ്പയറി ഡേറ്റ് എടുത്ത പഴയ പോലീസിനെ